അപ്പോൾ ഒരുമിച്ചിരിക്കുന്ന ഭാഗം, ഈ എന്താണ് ഒരുമിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്? ആ ഒരുമിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് സിമിലാരിറ്റി. അവിടെയാണ് ഇഷ്ടം വരുന്നത്. ആ ഒരുമയുടെ ഭാഗം, ആ ഒരുമിക്കുമ്പോഴൊക്കെ ഇഷ്ടം വരും. മനസ്സിലായോ? അപ്പോൾ ഒരുമിക്കുന്നിടത്ത് ചേരാൻ പറ്റാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതിനകത്ത് പൊരുത്തമില്ലാത്ത വന്നാൽ ഇഷ്ടക്കുറവുണ്ടാകും. അത് അപ്പം തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. മനസ്സിലായോ? അപ്പം തന്നെ ഒരുമ എന്ന് പറയുന്നത് അത് രണ്ടും തമ്മിൽ സിമിലർ ആയതുകൊണ്ട്, പക്ഷെ അവിടെയാണ് ഒരുമ വരുന്നത്. അതൊരു നാച്ചുറൽ ബേസിക് പ്രോസസ്സാണ്. അത് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇങ്ങനെ ഇഷ്ടക്കുറവ് എപ്പോഴും സംഭവിക്കുന്ന, മനസ്സിലായി? ഇഷ്ടക്കുറവ് എപ്പോഴും സംഭവിക്കും. മനസ്സിലായോ? നമ്മളൊരു സീറ്റയിലിരിക്കുന്നു, ആ സീറ്റിൽ ഇരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കല്ലുണ്ടെങ്കിൽ ഇഷ്ടക്കുറവാണ്, അതെടുത്ത് മാറ്റിയിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അത് അലൈൻ ചെയ്തു, കഴിഞ്ഞ്. മനസ്സിലായോ? അപ്പം തന്നെ കഴിഞ്ഞ്. അപ്പം ഇഷ്ടത്തിന് പുറകെ പോയാൽ ഒരുമ നഷ്ടപ്പെടും. ഇഷ്ടത്തിന് പുറകെ പോയാൽ നശിച്ചു പോകും. ഇഷ്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ഭൗതിക ചുറ്റുപാട് കാണുന്ന അവസ്ഥയുമായിട്ടുള്ള പൊരുത്തമാണ്. അത് നിരന്തരം വേണ്ടതല്ലേ? ഇഷ്ടത്തിൻ്റെ പുറകെ പോയെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ജീവിക്കുന്നില്ല, ഈ വ്യക്തി ചത്തോണ്ടിരിക്കുക. കാരണം ഇഷ്ടം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മനസ്സിലായ? അല്പനേരമുള്ളൂ, അല്പായുസേ ഉള്ളൂ. മനസ്സിലായ? ICUയിൽ കയറ്റി എന്തോ സെഡേറ്റീവ് കൊടുത്ത്, അതാണ് ഇവിടുത്തെ ഇഷ്ടത്തിൻ്റെ പുറകെ പോകുന്നവന് സംഭവിക്കുന്നത്. മനസ്സിലായ? ICU കയറ്റി, കാരണം ചാകാൻ പോകുന്നതിൻ്റെ വേദന കാരണം ഇനി അല്പം മധുരം കഴിക്കട്ടെ. മനസ്സിലായ? ചാകാൻ പോവുകയാണ്, ഏതായാലും ചാകാൻ പോവുകയാണ്. മനസ്സിലായ? അവനാണ് ഇഷ്ടം അന്വേഷിച്ച് പോകുന്നത്. മനസ്സിലായി? ഇഷ്ടം എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ അങ്ങനൊരു ഓട്ടമില്ല. സുഖം അന്വേഷിക്കുന്നവർക്ക് നാശമാണെന്നും, സുഖം അന്വേഷിക്കുന്നവർക്ക് എന്നും നാശമാണ്. കാരണം സുഖാന്വേഷണമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖം അന്വേഷണമല്ല. നമ്മൾ യാഥാർത്ഥ്യം അനുഭവിക്കുന്നിടത്ത്, ആ അനുഭവിക്കുന്നിടത്ത് വളരെ വ്യക്തമായിട്ടാണ് ജീവൻ്റെ സ്പന്ദനം. അത് എന്തോ അല്ല, ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവമാണത്, ശരീരത്തിൻ്റെ സവിശേഷതയാണത്. ശരീരം രൂപം കൊണ്ട് വന്നിരിക്കുന്ന, ജനിച്ച് ജീവിക്കുന്ന ഭാഗം അങ്ങനെയാണ്. ജനിച്ച് ജീവിക്കുന്ന ഭാഗം അങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ പ്രകൃതമാണത്. അതിൻ്റെ പ്രകൃതമാണ്. ഒരു ചെടി വെള്ളം വലിക്കുന്നു, അതിന് വെള്ളവും ആഹാരവും എടുക്കുന്നു, സൂര്യപ്രകാശം എടുക്കുന്നു. ഇതെല്ലാം അതിൻ്റെ പ്രകൃതമാണ്. ഇതെല്ലാം ചേർന്നാണ് അത് രൂപം കൊണ്ടത്. ഇതെല്ലാം നമ്മളിതെല്ലാം ചേർന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ തന്നെ. എന്ത് മാറ്റണം? ഒന്നും മാറ്റണ കാര്യമൊന്നും പറഞ്ഞില്ല. മാറ്റം വരുന്നതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ പ്രപഞ്ചത്തിൽ നിന്നാണ്. നമ്മൾ വരുത്തിയ മാറ്റമൊന്നുമല്ല. നമ്മളിൽ മാറ്റം വരുന്നുണ്ട്. അത് തനിയെ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. ഇത് പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്, അത് നമ്മളല്ല സൃഷ്ടിക്കുന്നത്. നമ്മൾ വരുത്തുന്ന മാറ്റം നിലനിൽക്കത്തില്ല. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് തോന്നുന്നതാണ്. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പല മനുഷ്യൻ നിലനിൽക്കുന്നത് ശാസ്ത്രീയമായ പുരോഗതികളാണോ? അല്ല സുഹൃത്തെ, ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതി കൊണ്ട് ഇവിടെ ആരും ജനിച്ചിട്ടില്ല. ഇവിടെ ജനിക്കാനുള്ള കാരണം പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ആരും ലാബിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനുമില്ല. ജനിക്കാനുള്ള കാരണങ്ങളെല്ലാം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയാണ്. മനുഷ്യൻ ജനിച്ച് നരകിച്ച് ഓരോ നിമിഷം വേദനിച്ച് ആ വേദനയ്ക്ക് പരിഹാരം, വേദനയ്ക്ക് ആ ജീവൻ തന്ന വേദനയ്ക്കാണോ ശാസ്ത്രീയമായ താങ്കൾ പറയൂ? അതെ, വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ജീവിക്കാനുള്ള ഭാഗം, ജീവന്റെ സ്പന്ദനത്തിന്റെ ഭാഗത്ത് അതിൽ മാറ്റം വേണ്ട എന്നാണോ? അതിൽ കിടന്ന് നരകിച്ച് അവന്റെ ജീവിതകാലം മുഴുവൻ നരകിച്ചാണോ എന്നാണ് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്, ഓരോ കുട്ടികളുടെ അവസ്ഥ നോക്ക്. ശരി, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുക, എന്നിട്ട് ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്യുക. എന്താണ് പരിഹാരം? നിങ്ങൾ ചെല്ലുക, നിങ്ങൾ സയൻസിൻ്റെ ലാബിൽ ചെല്ലുക, എന്നിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ പറയുക
എവിടെയാണ് ഇതിൻ്റെ പരിഹാരം? അവരെന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ക്യാൻസറസ് അല്ല, കർസീമിയ അല്ലേ, കർസീമിയ, ഇതാണ് ഇതിൻ്റെ ബയോളജിക്കൽ ടേം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ചെല്ല്, നിങ്ങൾ റെഫർ ചെയ്യ്. ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു? എന്തുകൊണ്ട് നമുക്ക് മാനസിക അസ്വസ്ഥതകളുണ്ടാകുന്നു? നമുക്ക് പരിശോധിക്കാം, ഒരുമിച്ചിരുന്ന് പരിശോധിക്കാം. എവിടെയാണ് ഈ പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എന്താണ് സൊല്യൂഷൻ? എന്താണ്? നമ്മുടെ ശരീരത്തിലെ പല ഘടകങ്ങളും സാധിക്കും. ഈ ഘടകങ്ങളിൽ വ്യത്യാസം വരുന്നതാണ് ഇത് കാരണം. ഓക്കെ, അപ്പോൾ ഘടകങ്ങളിൽ വ്യത്യാസം വരുത്താതെ കൊണ്ടുപോകാനുള്ള നമ്മുടെ കഴിവ് എന്താണ്? ഈ ഘടകങ്ങളിൽ വ്യത്യാസം വരുത്താതെ കൊണ്ടുപോകാനുള്ള നമ്മുടെ കഴിവ് എന്താണ്? എത്ര ശ്രമിച്ചാലും അത് സംഭവിക്കുന്നത് അല്ല, എത്ര ശ്രമിച്ചാലും ശ്രീ മരണം എന്ന് പറയുന്നത് ഒരു സുഹൃത്തെ നിങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് കഥയില്ല. നമ്മൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ മരണത്തെപ്പറ്റി അല്ല പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അനുഭവത്തിൽ പരിശോധിക്കുക. ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നു. നമ്മൾ പരസ്പരം സ്വപ്നം പറയുകയല്ല. നിങ്ങളവിടെ ജീവിക്കുന്നുണ്ട്, ഞാനും ജീവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ജീവനുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ വ്യക്തമായിട്ട് അനുഭവത്തെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺഫേം ചെയ്യല്ല. കാരണം ലൈവായിട്ട് നിങ്ങളവിടെ ഉണ്ട്. നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്ന ഭാഗം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗ്യതയുമുണ്ട്. ആ യോഗ്യതയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വപ്നത്തെ പറ്റി പറയുകയല്ല. എക്സാക്ട്ലി, അതിന്റെ കോൺഫിഗറേഷൻ എത്രത്തോളം പോസിബിൾ ആവുന്ന ഒരുമിച്ചിരുന്നു ഇപ്പോൾ എത്രത്തോളം സെൻസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ രണ്ട് മനുഷ്യനും ഒരുമിച്ചിരിക്കുന്ന ഭാഗം എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിളാണ്. നമ്മൾ ആ ഭാഗത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും, നീളെ എന്ത് സംഭവിക്കും, സ്വപ്നത്തെ പറ്റി അല്ല പറയുന്നത്. സ്വപ്നം ഇവിടെ എടുക്കുന്നില്ല. നൗ ദിസ് മോമെൻറ്റ്, എല്ലാ നിമിഷവും നമ്മൾ വ്യക്തമായിട്ട് വളരെ ആരാധനയോടുകൂടി ഈ ജീവൻ്റെ സ്പന്ദനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് യാതൊരു ആശങ്കയുമില്ല, ഒരു സംശയവുമില്ല. അപ്രകാരം നിലനിൽക്കുന്ന ഭാഗം ഉള്ളതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നതാണ് ജീവിതം. അല്ലാണ്ട് യാദൃശ്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയല്ല. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ആശ്വാസമാണ്, ദുരന്തമല്ല. സുഹൃത്തെ, നമ്മൾ സംസാരിക്കുന്നത് മുളക് പൊടിയെ പറ്റിയല്ല. എൻ്റെ ശബ്ദം എവിടെ നിന്നാണ് ഉണരുന്നത്? എൻ്റെ ശബ്ദം എൻ്റെ ശരീരത്തിൽ നിന്നാണ് ഉണരുന്നത്. മുളക് പൊടിയിൽ നിന്നല്ല എൻ്റെ ശബ്ദം ഉണരുന്നത്. മുളക് പൊടിയല്ല എൻ്റെ ശബ്ദത്തിന് തീരുമാനമെടുക്കുന്നത്. എൻ്റെ ശബ്ദത്തിന് തീരുമാനമെടുക്കുന്നത് എൻ്റെ ശരീരത്തിലെ ജീവനാണ്. എന്തോ എൻ്റെ സുഹൃത്തെ, ആ ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ആശ്വാസത്തോടെയും സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും വളരെ കൃത്യമായിട്ടും സംസാരിക്കാൻ പറ്റുന്നു. ഈ ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മുളക് കഴിച്ചിട്ട് തന്നെ, മുളക് അരച്ച് നല്ല കല്ലേ വെച്ച് മുളക് അരച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. എൻ്റെ ആരോഗ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ നിരന്തരമായിട്ട് ആഹാരം കഴിച്ചിട്ട് തന്നെയാണ്. ആ നിരന്തരമായിട്ട് ഇത്ര 60 വർഷമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ സജീവമായിട്ട് അതിൻ്റെ കൃത്യത സയൻസ് എന്താ ചെയ്യുന്നത്? സയൻസ് ഇത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം തന്നെയാണ് സയൻസ് നോക്കുന്നത്. അത് വേറൊന്നുമല്ല നോക്കുന്നത്. സയൻസിന് അത്രേ പറ്റത്തുള്ളൂ. ആരെവിടെ നോക്കിയാലും ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം എന്താണ്, അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, ഇതേ എല്ലാവർക്കും നോക്കാനുള്ളൂ. അല്ലാണ്ട് വേറൊന്നും നോക്കാനില്ല. എവിടെയാണെങ്കിലും അതേ നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നോക്കാൻ പറ്റത്തില്ല. ഏത് രീതിയിലാണെങ്കിലും അത് മനോഹരമായിട്ട് ചേരുന്നത് എങ്ങനെയാണ് എന്നാണ് ശാസ്ത്രമാണെങ്കിലും ആരാണെങ്കിലും. അതുകൊണ്ടേ കാര്യമുള്ളൂ.
ഏത് രീതിയിലും ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വേണ്ടത് എന്താണ്? ഇത് ചേർന്ന് ഒരുമിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ മനോഹരമായിട്ട് അനുഭവിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഭാഗം എന്താണ്? അത് നോക്കിയിട്ടും നടക്കുന്നില്ലെങ്കിൽ വേറെ വല്ലവർക്കും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എവിടെയും അത് സന്തോഷത്തിലും സ്നേഹത്തിലും ആത്മാർത്ഥതയിലുമാണ് സാധിക്കുന്നത്.